ഇങ്ങനെ വീട് പണി പോവുകയാണെങ്കിലേ കയ്യിന്ന് കുറച്ച് കാശ് ഇറങ്ങും. ബുദ്ധിപൂർവ്വം ഇവിടെ നിന്ന് ബിസിനസ്സിനാന്ന് പറഞ്ഞ് മാറി നിൽക്കുന്നതായിരിക്കും ബുദ്ധി. എൻ്റെ കയ്യിലുള്ള കാശ് എൻ്റെ പോക്കറ്റിലും ഉണ്ടാവും, കാശ് അവൾ ചിലവാക്കുകയും ചെയ്യും. അരെ ഭായ് काम करो काम करो। हाँ भैया काम करते हैं। हाँ നീ കറക്കാന്നല്ലാതെ എൻ്റെ കയ്യിലുള്ള കാശ് മുഴുവനാ പോകുന്നേ. അമ്മേ ചുമ വെള്ളം നനച്ചിട്ട് ആക്കിയാലോ? ഓ ഇത് വെള്ളം നനച്ച എംസാന്റിന്റെ പശ പോകും മോളെ. എന്തേ ഓ എന്താ കുഞ്ഞ് ഒട്ടും വയ്യേ? ഹോസ്പിറ്റലിൽ പോണോ? ഹോസ്പിറ്റലിൽ പോയിട്ടൊന്നും കാര്യമില്ല ജന്മനാ ഞാൻ ഇങ്ങനെയാ. എനിക്ക് പൊടി അലർജി. എനിക്ക് പ്രതികാരം ചെയ്യണ്ട. സത്യത്തിൽ എനിക്ക് അവനോട് ഇത്ര പ്രതികാരമൊന്നുമില്ല. എന്റെ പ്രതികാരം തീർന്നു. അയ്യോ ഇപ്പൊ എന്താ ഞാൻ ചെയ്യണ്ടേ? ഒന്നും ചെയ്തിട്ട് കാര്യമില്ല. ആരോഗ്യ പ്രശ്നം ഭയങ്കര കൂടുതലാണ്. കൊറാടി അതാണ് ഫ്രണ്ട്ഷിപ്പ്. താങ്ക്സ് അളിയാ. അങ്ങനെയുണ്ട്, അടിപൊളിയായിട്ടുണ്ട്. അത് ഇന്നലത്തെ ഫുഡ് ശരിയായിട്ടില്ലേ? രാവിലെ 11 പൊളിച്ചു. കാരണം ഇന്നലത്തെ ഫുഡിന് തന്നെ കുഴപ്പം? ഓ ഇന്നലത്തെ ആ കാപ്പിച്ചിട്ട് കൂടിപ്പോയി. ആണോ? അത് പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവത്തില്ല അല്ലേ? അതാണ് നിന്നോടൊരു കാര്യം ഞാൻ പറയാതിരിക്കാറ്. എനിക്ക് അങ്ങനെ ഇത്തരം നീ സിനിമയിൽ അഭിനയിക്കാൻ നടക്കല്ലേ? ആ സിനിമയിൽ അഭിനയിക്കാൻ നീ നിന്റെ ശരീരം നോക്കുന്നുണ്ടോ? ഞാൻ ശരീരം നോക്കുന്നുണ്ട്. പിന്നെ നിന്റെ വയറ് നോക്കിക്കേ. നീ ഇത് എത്ര മാസമാണ്? നീ ഇതിനകത്ത് ഇത് കണ്ടു, ഇതിനകത്ത് ഒരു കിണ്ടിയില്ല. ഒരു 10-30 മുട്ടയും പാലൊക്കെ മേടിച്ച് വെക്കളിയാ. എന്റെ ശരീരം നന്നാക്കാൻ വേണ്ടി ഇതിന്റെ തന്നെ വെക്കുന്നത്. പിന്നെ എന്റെ നെഞ്ച് തണ വെക്കണ്ടേ? ഫ്രിഡ്ജിലല്ല വെക്കണ്ടേ? അല്ല ഫ്രിഡ്ജില് സാധനം ഇല്ല. ഇല്ല ഇല്ല, പണിക്ക് പോണം, സാധനം മേടിച്ച് വെക്കണം, ശരീരം നോക്കണം, സിനിമ കയറണം. അല്ലടാ അപ്പൊ വയറ് കുറയോ? പിന്നെ വയറ് കുറയില്ലേ? ഇവിടെ സാധനം എന്തെങ്കിലും കഴിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ എങ്ങനെ വയറ് കുറയുന്നു? വയറ് കൂടുമല്ലേ ചെയ്യുന്നത്? ഞാൻ അങ്ങനെ പഠിച്ചിട്ടുള്ളത്. നമുക്ക് ജിമ്മിൽ പോയാലോ? നമുക്ക് ജിമ്മിൽ പോയാലോ? അത് വേണമെങ്കിൽ ഒരു നല്ല കാര്യമാണ്. ജിമ്മിൽ പോയി കഴിഞ്ഞാൽ വേണമെങ്കിൽ വണ്ണം കുറയ്ക്കാമെന്നുള്ള ഒരു വിശ്വാസം ഉണ്ട്. പൈസയാണ് പ്രശ്നം. ശരീരം നന്നാക്കാൻ പിന്നെ വേറെ മാർഗങ്ങളൊന്നും ഇല്ലടേ. വയറൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ചായ ഉണ്ടോ? കുറച്ചുകൂടി തരാം. ചായ തരാം. ചായ തരുന്നോണ്ടൊന്നും എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല. നീ എനിക്കെന്തെങ്കിലും ഒരു വഴി പറഞ്ഞു തരാം. കുറച്ച് നാരങ്ങ കൂടെ പിടിക്ക്. വഴിയാണ് അളിയ എൻ്റെ കയ്യിലില്ലാത്ത. അല്ല അപ്പൊ നമുക്ക് ഈ എന്തെങ്കിലും മേടിക്കാതെ കാശ് ചെലവ് കുറവുള്ള. രാവിലെ എന്താ കഴിക്കാൻ? രാവിലെ നമുക്ക് പുട്ടും പിന്നെ ഒന്നുമില്ല. പുട്ട് മാത്രം എന്തെങ്കിലും പഞ്ചാരൊക്കെ ഇട്ട് എന്തേലുമൊക്കെ ഒന്നും. ഞാൻ തന്നെ പണിക്ക് പോവേണ്ടി വരും ഇല്ലടേ? പണിക്ക് പോണടാ. ഷോ എന്റെ ദൈവമേ. ആന്റിയുടെ കയ്യിൽ ഒരു വഴിയുണ്ട്. എന്ത് വഴി? നമുക്ക് ഈ വീട്ടിൽ നിന്ന് ആ വീട്ടിലോട്ട് താമസം മാറാം. ആ വീട്ടിലേക്കോ? ഞാനെങ്ങുമില്ല അവന്മാരുടെ കൂടെ താമസിക്കാനായിട്ട്. അവന്മാരുടെ കൂടെ അല്ലല്ലോ. ആന്റിക്ക് അവിടെ ഒരു മുറിയില്ലേ നമ്മുടെ സാധനങ്ങളൊക്കെ ഇട്ട് വെച്ച് പൂട്ടിയിരിക്കുന്നത്? ആ മുറിക്കകത്ത് അങ്ങ് താമസിക്കും. അതൊന്നും ശരിയാവൂല. അവൻ താമസിക്കുന്നിടത്ത് ഞാൻ താമസിക്കൂല. അതേ ശരിയാവുള്ളൂ. ഇവിടെ ആവുമ്പോ ഈ പെരപണി നടക്കുന്നത് കൊണ്ട് നിനക്ക് ഡസ്റ്റ് അലർജിയാ. അവിടെ ആവുമ്പോ ഡസ്റ്റ് അലർജി ഇല്ല. സ്വസ്ഥമായിട്ട് അവിടെ നമുക്ക് നിൽക്കുകയും ചെയ്യാം. നിനക്ക് നിന്റെ പ്രതികാരം വീട്ടുകയും ചെയ്യാം. അതല്ല ഞാൻ പറഞ്ഞ, ഞാൻ വീട്ടിൽ പോയിക്കോളാം. എനിക്ക് പ്രതികാരമൊക്കെ തീർന്നു. ഇത്ര പ്രതികാരേ ഉള്ളൂ. ആഹാ, നീ ഇത്ര നാളെ എന്റെ കൂടെ അല്ലേ നിന്നത്? ഇപ്പൊ വീട്ടിൽ പോകേണ്ട കാര്യമൊന്നുമില്ല. എന്റെ കൂടെ നിന്നാ മതി. ഇനിയിപ്പോ അത് ശരിയാവത്തില്ല. അതെന്താ ശരിയാവാത്തത്? നീ കാര്യം പറഞ്ഞേ. അവിടെ നിന്നാ എന്താ കുഴപ്പം? കാര്യം പറയടി കൊച്ച്. അതിപ്പോ ഞാൻ അവിടെ വന്ന് അവന്റെ കൂടെ താമസിച്ച് എപ്പോഴും അവനെ കണ്ടോണ്ടിരുന്നാലേ പ്രതികാരം മാറി പ്രണയായാലോ? ഒരൊറ്റ അടി ഞാൻ വെച്ച് തരും. പ്രതികാരം മാറി പ്രണയമാകണ്ട, പ്രണയം മാറി പ്രതികാരമായാൽ മതി. അവിടെ നിന്ന് അവനോട് നമുക്ക് പ്രതികാരം വീട്ടാം. എന്താ? വേണ്ട, ഞാനൊരു ലോല ഹൃദയായി. ഇപ്പൊ തന്നെ അവനെ കണ്ടോണ്ടിരിക്കുമ്പോ എനിക്ക്. ആഹാ, ഇതേ ഞാനിപ്പോ അങ്ങോട്ട് പറയുന്ന കേട്ടേച്ചാ മതി. നമുക്ക് ബാഗ് സാധനങ്ങളും പാക്ക് ചെയ്ത് അങ്ങോട്ട് പോകാം. വന്നേ ഇങ്ങോട്ട്. വേണ്ട, ചുമക്കുന്ന കണ്ടോ? ഇനി ഇവിടെ നിക്കണ്ട, അവിടെ തന്നെ വെക്കാം. വന്നേ, ബാഗ് എടുക്കാം. അയ്യോ ആദ്യം അവരോട് പറയണ്ടേ അത്? അവരോട് ഇത് അവതരിപ്പിക്കാനായിട്ടൊന്ന് വരണം. നീ കൂടെ വാ. ഇപ്പൊ പറഞ്ഞു അവനോട് വിളമ്പല്ലേ? ഇല്ല, വാ, നീ ഇങ്ങോട്ട് വാ. അപ്പൊ ആരോഗ്യമാണ് പ്രശ്നം. അതൊരു വലിയ പ്രശ്നമാണ്. അല്ലടാ നമുക്ക് ജിമ്മിലൊക്കെ പോയി ഒന്ന് സെറ്റാക്കി എടുത്താൽ തീരാനുള്ളതേ ഉള്ളൂ. ജിമ്മിൽ പോകുന്ന പരിപാടി നടക്കില്ല ജീവ. അതിനാടാ ഇവിടെ രാവിലെ അലാറം വെച്ച് കട്ടിലേന്ന് എഴുന്നേക്കണം, എണീക്കണം, പല്ല് വെച്ചിട്ട് നിന്നെ കുത്തിപ്പൊക്കി ബൈക്കിൽ കയറിയിട്ട് ജിമ്മിൽ പോകണം. അവിടെ ചെല്ലുമ്പോ ആശാൻ ചോദിക്കും ചിക്കിലി എടുക്ക് ഉണ്ടാ. ചിക്കിലി അത് നമ്മുടെ ഇല്ല അധികം. അതാണ് കാര്യം.
അല്ലടാ പിന്നെ അത് മാത്രമല്ല അവിടെയുള്ള ജിമ്മന്മാരൊക്കെ കാണുമ്പോൾ നമുക്ക് കുരു കിട്ടും. പിന്നല്ലേ ശരിയാ. അല്ലടാ നമുക്ക് ഇവിടെ തന്നെ ചെയ്യാൻ പറ്റിയ എന്തെങ്കിലും വർക്കൗട്ടുകളൊക്കെ ഉണ്ടാവും? അല്ല ചെറിയ ചെറിയ ഡമ്പലൊക്കെ മേടിച്ചിട്ട് ഒന്നിട്ട് പറഞ്ഞേ. അല്ലാതെ ഇവിടെ തന്നെ ചെയ്യാൻ പറ്റിയ എന്തെങ്കിലും വർക്കൗട്ടുകളൊക്കെ ഉണ്ടാവുന്നു? എടാ വാഷ് ബേസിന്റെ ഓപ്പോസിറ്റിൽ ഒരു റൂം അടച്ചിട്ട് കിടപ്പില്ലേ? ആ റൂം അവിടെ കിടപ്പുണ്ട്. നമുക്കത് ക്ലാര ആന്റിയോട് പറഞ്ഞ് മേടിച്ചാലോ? റെന്റിന് അല്ല എത്ര പൈസ വേണം നമുക്ക് കൊടുക്കാലോ. ആ അത് നമ്മുടെ ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. എടാ അതല്ല, അത് വേണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ പറഞ്ഞ് സെറ്റാക്കാനുള്ളതേ ഉള്ളൂ. അതാണ് നമുക്ക് അവിടെ ഒരു ജിം സെറ്റപ്പ് ഉണ്ടാക്കി റൂം വേണ്ടി വരുമല്ലേ ഇതിന്? പിന്നല്ലേ ക്ലാരിറ്റി പോയാൽ കഴിഞ്ഞാൽ സാധനം കിട്ടും. വണ്ണമൊക്കെ കുറയില്ലേ കുറച്ചുകൂടെ? വണ്ണമൊക്കെ കുറേ ഞാൻ റൂം സെറ്റാക്കി തരാൻ പറ്റുമോ? റൂം സെറ്റപ്പ് ആക്കി തരാം. ജിം സെറ്റാക്കി നിന്റെ വണ്ണം കുറച്ച് തരുന്ന ഞാൻ ഏറ്റു. ആണോ? ഉറപ്പാണ്. അപ്പൊ ഫുഡൊക്കെ അവിടെ ഫുഡ് പിന്നെ ആദ്യം വർക്കൗട്ട് ചെയ്യാം. വർക്കൗട്ട് ചെയ്യാം. അതെ അതെ. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, ക്ലാര ആൻറ്റിയോട് ഈ റൂമിന് 150 കൊടുക്കാന്ന് പറയാം. നീ അതൊന്നും പറയണ്ട. വേണ്ടേ? പൈസയുടെ കാര്യം പറയണ്ട. പൈസ കാര്യം പറയണ്ട. നീ ചോദിക്ക് റൂം കിട്ടുമോ കിട്ടുമല്ലോ എന്ന് ചോദിക്കാം. പുള്ളിക്കാരത്തി എന്താണല്ലോ വെറുതെ കിടക്കുമല്ലേ? അടച്ചിട്ട് കിടക്കുമല്ലേ? പിന്നെ ചോദിച്ചിട്ട് തന്നില്ലെങ്കിൽ പിന്നെ അതൊരു മോശമാണ്. നിനക്ക് സിനിമ കാരണം അല്ല ഇതൊക്കെ കളയണം. കളയണം. സിനിമയെ കയറണോടാ. നാളെ ഇന്റർവ്യൂല് പറയണം. ആ എന്ത് പറയണം? സിനിമയ്ക്ക് വേണ്ടി ഇത്തരം ചെറിയ ചെറിയ ത്യാഗങ്ങളൊക്കെ സഹിക്കാം. അതെ അത്രേ ഉള്ളൂ. സിനിമയ്ക്ക് വേണ്ടിയല്ലേ ഒന്നുമല്ലല്ലോ. എൻ്റെ ജീവിതം സിനിമയ്ക്ക് വേണ്ടി ഒഴിഞ്ഞു വെച്ചിരിക്കുന്നതല്ലേ. അപ്പോൾ രണ്ടും കൽപ്പിച്ച് പുള്ളിക്കാരോട് ചോദിച്ചു നോക്കാം. സെറ്റ് ഓടിക്കോ. ഇങ്ങോട്ടോടാ. എടാ പുള്ളിക്കാരി ഇങ്ങോട്ട് വന്നോളും. അതാ നീ വിട്ടോ. ഞാൻ മാത്രം എണ്ണത്തിന് പോണം, നീയും കൂടെ വാ. ഒരു ധൈര്യത്തിന് ഞാൻ വിശക്കുന്നളിയാ. ആഹാ അതിപ്പോ ഒരു പുതിയ സംഭവമല്ലേ എനിക്കുണ്ട്. അവിടെ എന്തെങ്കിലും ഉണ്ടാക്കടാ പോയിട്ട്. ഇത് എന്തെങ്കിലും ഉണ്ടാക്കാൻ അവിടെ വേണ്ടേ? ഒരു ബ്രെഡ് ഓംലെറ്റ് കഴിച്ചാലോ? ഓംലെറ്റിന് മുട്ട നിന്റെ പറഞ്ഞ കൂടി പോകും. ഞാനിങ്ങനെ ആലോചിക്കായിരുന്നേ, നീ എന്താ നമുക്ക് താഴെ പോയിട്ട് എന്തെങ്കിലും കഴിക്കാണോ നൈസായിട്ട് ചോദിച്ചാലോ? പിന്നെ വാടക ഇതുവരെ കൊടുത്തിട്ടില്ല. പിന്നെയാണ് വാടക കൊടുത്തിട്ടില്ലേ? അല്ല കൊടുക്കാനുള്ള ഡേറ്റ് ആയിട്ടില്ല, അതിനുള്ള കാശില്ലെന്ന് പറയും. ഇനി അത് മതിയില്ല പെണ്ണുമ്പോൾ ഇന്ന് ചൊറിയാനായിട്ട്. അത് ആ കാശ് ഉണ്ടാക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കുക, അല്ലാണ്ട്. അതുകൊണ്ടോ എന്ത് രണ്ട് വെള്ള പ്രാവടാ കൊള്ളാലടാ ചിരിക്കുന്നുണ്ടാ? ഇത് ഭംഗിയല്ലേ? പ്രണയം ഇങ്ങനെ വിതറി വിതറി കൊടുക്കുന്ന പോലെ നോക്ക്. എടാ ഒരു വലയുണ്ടായിരുന്നീണ്ടല്ലോ, അവന് ഇപ്പൊ തന്നെ പിടിച്ചു കഴിഞ്ഞാണ്ടല്ലോ അവന്റെ പപ്പും കൂടെ പറഞ്ഞിട്ടേ കുറച്ച് മറ്റേ ഉപ്പും മുളകൊക്കെ പെരട്ടി മറ്റേ തിളച്ച എണ്ണയിലോട്ടിട്ട് ഗുളിഗുളിന്ന് പറഞ്ഞ ആ സൗണ്ട് കേട്ട് കഴിയുമ്പോഴേ ആ മുരിഞ്ഞത് ആ സാധനം കള്ളം കൂട്ടി അടിച്ചാ എന്നെ ടേസ്റ്റ് ആയിരിക്കും. എനിക്ക് പശക്കുന്നടാ. ഇതിനെയാണോ കഴിക്കുന്നേ? ഇനി വെച്ചിരുന്നു കഴിഞ്ഞാ പിന്നെ ഇങ്ങനെ പോയല്ലോടെ. വർക്കിച്ചാൻ പോന്നടാ. വർക്കിച്ചനാ? ഗുഡ് മോർണിംഗ്. ഈ പുള്ളിക്ക് വട്ടാടാ. എനിക്ക് ചെവിയും കേൾക്കത്തില്ലടാ. ഒരു വല്ലാത്ത മൈൻഡ് ഐറ്റം. രാവിലെ തന്നെ ആദരാഞ്ജലി. ഓ മൂട് പോയി.